ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ മുറ്റെല്ലാം അടിച്ച് വാരിട്ടായ പിന്നെ തുണി മെഷീനിലിട്ട് രാവിലെ തന്നെ തുണി തിരുമ്പുന്ന പണിയെല്ലാം ആയെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 9 മണിയെല്ലാം കഴിഞ്ഞ പിന്നെ നല്ലോണം വെയിലാന്നിട്. അങ്ങനെ ആയിക്കൊണ്ട് ഞാൻ രാവിലെ തന്നെ തുണി തിരുമ്പലും മുറ്റടിക്കലും പുറത്തുള്ള പണിയെല്ലാം ഞാൻ ഫസ്റ്റ് തന്നെ തീർക്കൽ. അപ്പോൾ ഞങ്ങൾ ഡെയിലി യൂസ് ആക്കുന്ന തുണി മാത്രം ഞാൻ വാഷിംഗ് മെഷീനിലിടും. പിന്നെ ബാക്കി ഇങ്ങനെ സ്റ്റോൺ ഉള്ളതും പിന്നെ വെളുത്ത തുണിയെല്ലാം ഉണ്ടെങ്കിൽ അത് ഞാൻ കയ്യിൽ തന്നെ വാഷ് ആക്കിയിട്ടിടും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ടൊമാറ്റോ റൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 തക്കാളി, പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി, ഒരു 3-4 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിന് പാങ്ങിൽ കൈയിട്ട് ഉള്ളി ജാസ്തി വേണമെന്നില്ല, ഒന്ന് മതി, ഒരു മീഡിയം സൈസ് ഉള്ളി മതി. ചെറുതായെങ്കിൽ ഒരു 2 ഇട്ടാൽ മതി. അതിനിങ്ങനെ ചെറുതായിട്ട് കട്ടാക്കി എടുക്കാം. പിന്നെ തക്കാളി ഒരു മെയിൻ ഈ ടൊമാറ്റോ റൈസിക്ക് മെയിൻ വേണ്ടത് ടൊമാറ്റോ കുറച്ച് ജാസ്തി തന്നെ ഇടണം. ഞാൻ ഒരു 4 എടുത്തിന്, മീഡിയം സൈസ് ഒരു 4 എടുത്തിന്. ജാസ്തി എടുത്തെങ്കിൽ നല്ല ഉണ്ടെന്ന്. ടൊമാറ്റോ റൈസിക്ക് ടൊമാറ്റോ ഇട്ടത്ര ടേസ്റ്റ് ജാസ്തി. ഞങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാക്കുന്ന അത്ര നോക്കിയിട്ട് ടൊമാറ്റോ ഇട്ടാൽ മതി. പിന്നെ ഞങ്ങളുടെ കുട്ടികൾ ജാസ്തി എരിവൊന്നും കൂട്ടാത്തത് കൊണ്ട് ഞാനൊരു 3-4 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അത്ര എരിവ് നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇങ്ങനെ ഞാൻ ചെറുതായിട്ട് കട്ടാക്കിയിട്ടിട്ട് ഇപ്പോൾ ഞാൻ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് ഇടാൻ വേണ്ടിയിട്ട് മുട്ട ഗുൽസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ ചൂടായ പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അതും ഇട്ട് കൊടുത്ത് പിന്നെ ഉള്ളിയും അങ്ങനെ ചെറുതായിട്ട് അതൊരു ചെറിയ ലൈറ്റായിട്ട് ഒരു ബ്രൗൺ കളർ ആയ പിന്നെ അതിലേക്ക് മുട്ട അങ്ങനെ ഒരു 3 മുട്ട അങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്ത് പിന്നെ ഇതിനെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഫ്ലെയിം സ്ലിമ്മിലാക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു സൈഡ് മാത്രം ഫ്രൈ ആയാൽ മതി, മറ്റേ മേലെ സൈഡ് തിരിച്ചിടണമെന്നൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കി, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ആക്കി കൊടുത്താൽ. പിന്നെ ഞാൻ അതേ പാനിൽ കുറച്ച് കടല ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്ത് കടല ഒരു ബ്രൗൺ കളറായ പിന്നെ അതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായ പിന്നെ കുറച്ച് കടുക്, ഉഴുന്ന്, കടലവേള, ജീരക എല്ലാം ഇട്ടിട്ട് അത് ഒരു ബ്രൗൺ കളറാകുന്ന വരെ നല്ലോണം മിക്സ് ആക്കണം. പിന്നെ ചതച്ച് വെച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് അതും അങ്ങനെ ഒരു ബ്രൗൺ കളറാകുന്ന വരെ നല്ലോണം മിക്സ് ആക്കണം. ഫ്ലെയിം ഫുള്ള് സ്ലിമ്മിൽ വെക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളി വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് ഉള്ളി ഒരു ബ്രൗൺ കളറാകുന്ന വരെ നല്ലോണം മിക്സ് ആക്കുക. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി. ഉള്ളി മാത്രം കുറച്ച് നല്ലോണം വേവണം. ഉപ്പിട്ടെങ്കിൽ കുറച്ച് വെന്ത് കിട്ടും. അങ്ങനെ ഫസ്റ്റ് തന്നെ ഉപ്പിടണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിന് ഉള്ളി നല്ല ബ്രൗൺ കളറായിന്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. തക്കാളി ഒരു 10 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുത്ത് ഇപ്പോൾ കറക്റ്റായിട്ട് വെന്തിന്. തക്കാളിന് നല്ലോണം ഇങ്ങനെ സ്മാഷാക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നല്ലോണം വെന്തോടെയാണ് തക്കാളി, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഫ്ലെയിം സ്ലിമ്മിലാക്കിയിട്ട് ചെറുതായിട്ട് കട്ടാക്കി വെച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് അതിന് നല്ലോണം മിക്സ് ആക്കാം. ഒരു 1/4 സ്പൂണിൻ്റെ അത്ര മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെല്ലാം നല്ലോണം മിക്സ് ആക്കിയിട്ട് ഞാൻ രാവിലെ എണിച്ചപ്പോൾ തന്നെ 1.5 ഗ്ലാസ് അരി ഞാൻ കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ടായി, പച്ചരി. അത് ഞാൻ ഒരു വിസിലാക്കിയിട്ട് വിസിൽ പോയ പിന്നെ ഞാനിങ്ങനെ ഒരു തട്ടയിൽ തണിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായി. നമ്മൾ രാവിലെ എണിച്ചിട്ട് ചോറാക്കിയാലും മതി, ഇല്ലെങ്കിൽ നൈറ്റ് കിടക്കുമ്പോൾ തന്നെ അരി വേവിച്ച് വെച്ചാലും മതി. ഞാൻ നൈറ്റ് കിടക്കുമ്പോൾ അരി വേവിച്ചിട്ടുണ്ടായിട്ടില്ല, രാവിലെ ആക്കിയത്. അതിന് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി. പിന്നെ നേരത്തെ ഞങ്ങൾ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടലൊക്കെ ഇട്ടിട്ട് അതും നല്ലോണം മിക്സാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ഈസി ആയിട്ട് നല്ല സിമ്പിളായിട്ട് ആക്കാൻ പറ്റുന്ന ലഞ്ച് ബോക്സ് റെസിപ്പി ഇത്. ഞാൻ മോനക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് പിന്നെ ഞാൻ അവനക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കി. അങ്ങനെ ലഞ്ച് ബോക്സിക്ക് ടൊമാറ്റോ റൈസ് ഇട്ടിട്ട് നേരത്തെ ഫ്രൈ ആക്കി വെച്ച് മുട്ട ഇട്ട് കൊടുത്ത്. ഇന്ന് മോള് സ്കൂൾക്ക് പോകുന്നില്ല, അവൾക്ക് പനിയായതുകൊണ്ട് മോളെ ഞാൻ ഇന്ന് സ്കൂളിലേക്ക് അയക്കുന്നില്ല, മോനെ ഓർത്തനെ അയക്കൽ. അങ്ങനെ ഞാൻ സ്നാക്സിക്ക്
ബത്തൊക്കെ ഉണ്ടായി അതിന് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുത്ത്. ഞാൻ എപ്പോഴും സ്നാക്സൊക്കെ ഫ്രൂട്ട്സോ ഇല്ലെങ്കിൽ വെജിറ്റബിൾസോ ഇടും. എണ്ണക്കടിയൊന്നും ഇട്ട് കൊടുക്കില്ല. എണ്ണക്കടി ഞാൻ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന് പിന്നെ ചായക്ക് കൊടുക്കും. പിന്നെ ജാസ്തി എണ്ണക്കടി കൊടുക്കുന്നത് നല്ലതല്ല. അങ്ങനെ ഒരു നേരവും ഞാൻ ഇങ്ങനെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കും. കുട്ടികൾ സ്നാക്സൊക്കെ എണ്ണക്കടിയെല്ലാം ഇടാൻ പറയുന്നത്, ഞാൻ ഇടുന്നില്ല. ഞാൻ ഒരു ഫ്രൂട്ട്സ് മാത്രം ഇങ്ങനെ ഇടുന്നത്. ഇല്ല ഫ്രൂട്ട്സ് ഇല്ലെങ്കിൽ ക്യൂക്കമ്പർ, ക്യാരറ്റ് ഇങ്ങനത്തെ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. അങ്ങനെ കുട്ടികളെ ലഞ്ച് ബാഗെല്ലാം റെഡിയാക്കി പിന്നെ ഞാൻ മോന് പോകുന്നതിന് മുന്നേ തന്നെ കുട്ടികൾക്ക് ഒരു ഗ്ലാസ് ഹാർലിക്സ് ആക്കി കൊടുത്ത്. ഒരു വെറു പാലാക്കിയാൽ കുടിക്കുന്നില്ല. ഇങ്ങനെ ഹാർലിക്സ് ബൂസ്റ്റ് എന്തെങ്കിലും ഇട്ടെങ്കിൽ മാത്രം കുടിക്കുമോ, ഇല്ലെങ്കിൽ പാല് പറഞ്ഞെങ്കിൽ കുട്ടികൾക്ക് അലർജി. അങ്ങനെ ഞാൻ എന്താക്കി ഇങ്ങനെ ഹാർലിക്സ് ബൂസ്റ്റ് എന്തെങ്കിലും കൊടുന്ന് വെക്കും. അപ്പോൾ അത് ഓരോ ഗ്ലാസ് അപ്പോൾ മോളും എണിച്ചു. അപ്പോൾ ഓൾക്ക് ഒരു ഗ്ലാസ് കൊടുത്ത്. എന്നിട്ട് മോന് സ്കൂളിലേക്ക് പോയ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി. ഞാൻ കുറച്ച് ടൊമാറ്റോ റൈസും പിന്നെ നൈറ്റത്തെ കുറച്ച് ബിരിയാണി ഉണ്ടായി അതും കുറച്ച്, പിന്നെ ഒരു ദോശ, കുറച്ച് കറി, ഒരു മുട്ട ഉത്സാക്കിയത്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആയ പിന്നെ ഒരു സൈഡിൽ നിന്ന് തന്നെ ഒത്തരാക്കിക്കൊണ്ട് വന്ന് ഫസ്റ്റ് ഞാൻ ബെഡ് പിരിച്ചിട്ട് ബെഡ്റൂമിൽ നിന്ന് സ്റ്റാർട്ടാക്കിയത്. ബെഡെല്ലാം നല്ല നീറ്റായിട്ട് പിരിച്ചിട്ട് പിന്നെ ഞാൻ രാവിലെ എണിച്ച പാടൊന്നും ബെഡൊന്നും പിരിക്കാൻ പോകുന്നില്ല. കുട്ടികളോ ഇല്ലെങ്കിൽ ഹസ്ബൻഡ് ആരെങ്കിലും കിടന്നിട്ടുണ്ടാവും. പിന്നെ രാവിലെ കുട്ടികൾ പോകുന്നവരെ ഫുള്ള് തിരക്കിലായിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ കുട്ടികളെല്ലാം പോയ പിന്നെ തന്നെ ഒരു സൈഡിൽ തന്നെ ഫുള്ള് ക്ലീൻ ആക്കിക്കൊണ്ട് വരുന്നത്. പിന്നെ എല്ലാ റൂമും ഫുള്ള് ഒത്തരായ പിന്നെ തന്നെ ഞാൻ അടിച്ച് പാറലും തുടക്കലെല്ലാം ആക്കൽ. ഓരോരോ റൂം ക്ലീൻ ആക്കൽ, ഓരോരോ റൂം അടിക്കൽ അങ്ങനെ ആക്കലില്ല. ഫുള്ള് എല്ലാ റൂമും എല്ലാം ഫസ്റ്റ് ഞാൻ ഒത്തരാക്കിയ പിന്നെ എല്ലാം ക്ലീൻ ആക്കിക്കൊണ്ട് വരുന്നത്. പിന്നെ ഇന്നലെ കയ്യെ തുണിയെല്ലാം മടക്കി വെച്ചിട്ടുണ്ടായി, അതിനെല്ലാം എടുത്തിട്ട് അതായത് സ്ഥലത്ത് എടുത്ത് വെച്ച് പിന്നെ ഫിഷിനെല്ലാം ഫുഡ് ഇട്ട് കൊടുത്ത്. ജാസ്തി മീനൊന്നും ഇല്ല, ചെറിയ ചെറിയ മീനേ ഉള്ളൂ. എന്നിട്ട് എല്ലാ മാറ്റുകളെല്ലാം കുടഞ്ഞ് പുറത്ത് ഉണങ്ങാനിട്ട് എന്നിട്ട് ഞാൻ കയറ്റി വെച്ച പാത്രമെല്ലാം എടുത്തിട്ട് അതായത് സ്ഥലത്ത് എടുത്ത് വെച്ച് ഫുള്ള് കിച്ചണെല്ലാം നല്ല ക്ലീനാക്കി. എന്നിട്ട് ഒരു സൈഡിൽ തന്നെ അടിച്ച് പാരിക്കൊണ്ട് വന്ന് പിന്നെ ഗ്ലാസ്സുകൾ, ടിപ്പായി, പിന്നെ ഫ്രിഡ്ജ്, ഗ്യാസ് സ്റ്റൗവ്, കൗണ്ടർ ടോപ്പെല്ലാം ഇങ്ങനെ ഞാൻ ഒരു ബോട്ടിലിൽ ഇങ്ങനെ വിനീഗറും പിന്നെ കുറച്ച് വെള്ളം സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായി. അതിങ്ങനെ സ്പ്രേ ആക്കിയിട്ട് ഒരു സൈഡിൽ തന്നെ തുടച്ചുകൊണ്ട് വന്ന് എന്നിട്ട് കൗണ്ടർ ടോപ്പും പിന്നെ പാത്രമൊക്കെ വന്ന് സിങ്കെല്ലാം നല്ല നീറ്റായിട്ട് കയറ്റിട്ട് എന്നിട്ട് ഇപ്പോൾ ലാസ്റ്റക്ക് നിലമെല്ലാം തുടച്ച് അത് ഫുള്ള് എല്ലാ പണിയായിട്ട് ലാസ്റ്റക്ക് നില തുടച്ചിട്ട് ടോയ്ലറ്റ് ബാത്റൂമെല്ലാം കയറ്റി പിന്നെ കുളിക്കൽ ഞാൻ. എന്നിട്ട് എൻ്റെ ഉമ്മാക്ക് സുഖമില്ല പറഞ്ഞ് ഞാൻ ഉമ്മാനെ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മാൻ്റെ പെരക്ക് പോയിട്ടുണ്ടായി. അപ്പോൾ അവിടെ ഉമ്മാനെ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മൂത്താമ്മൻ്റെ കുട്ടികളെല്ലാം വന്നിട്ടുണ്ടായി. അങ്ങനെ ഗീ റൈസും ചിക്കൻ കറിയും പിന്നെ കബാബ് വെക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കബാബിന് പെരക്കി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതിക്ക് ഒരു 3-4 സ്പൂണ് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വിനീഗർ, പിന്നെ മുട്ടേൻ്റെ വൈറ്റ് ഇട്ടിട്ട് എല്ലാം നല്ലോണം മിക്സാക്കി. ഫസ്റ്റ് തന്നെ ഞാൻ ഇങ്ങനെ കബാബൊക്കെ പെരക്കി വെച്ചെങ്കിൽ ഞങ്ങൾ ചോറും കറിയെല്ലാം ആകുമ്പോഴേക്ക് അത് നല്ലോണം ഉപ്പും മുളകെല്ലാം നല്ലോണം ചിക്കൻക്ക് പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ മിക്സാക്കി വെക്കൽ. ഇതിന് കുറച്ച് ഫുഡ് കളറും ഇട്ട്, ഫുഡ് കളർ വേണമെന്നില്ല എന്നാലും കുറച്ച് ഓപ്ഷനുള്ളത്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് മൂടി വെച്ച് പിന്നെ നെയ്ച്ചോറാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രം ചൂടായി, വലിയ പാത്രത്തിൽ വെച്ച് ഞങ്ങൾ എന്താ പറയുക കുറേ ആളുണ്ടായി. പിന്നെ കുക്കറിൽ ഞങ്ങൾ വെക്കൽ എപ്പോഴും മാമൂല് ഞങ്ങൾ കുക്കറിൽ തന്നെ ഗീ റൈസെല്ലാം ആക്കൽ. ഇന്ന് കുറേ ചോറാക്കുന്ന കൊണ്ട് ഇതിൽ വെച്ചപ്പോൾ വലിയ പാത്രത്തിൽ വെച്ചത്. അങ്ങനെ എണ്ണ ചൂടായ പിന്നെ അതിലേക്ക് പട്ട, കറാമ്പ്, ബിരിയാണി ലീവ്സ് എല്ലാം ഇട്ടിട്ട് കുറച്ച് ഉള്ളി ഇട്ടിട്ട് ഉള്ളി ഒരു ബ്രൗൺ കളറായ പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിനെല്ലാം നല്ലോണം മിക്സാക്കി ഇനി ഇതിന് ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ച് ഇപ്പുറത്ത് ചിക്കൻ കറിയാക്കാൻ വേണ്ടിയിട്ട് അതിന് മസാല ആക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 സ്പൂണ് മുളക് പൊടിയും ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ട് ഫ്ലെയിം ഫുള്ള് സ്ലിമ്മിലാക്കിയിട്ട് അതിനെ നല്ല പാങ്ങിൽ വറുത്തെടുത്ത് പിന്നെ ലാസ്റ്റൊക്കെ കുറച്ച് കുരുമുളക് ഇട്ടിട്ട് അതിനെല്ലാം നല്ലോണം മിക്സാക്കി എന്നിട്ട് അതിനെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ അരച്ചെടുത്ത് അപ്പോൾ നല്ല തിക്കായിട്ടുണ്ടാവും കറി, നല്ല വറുത്തരച്ച കറി പോലെ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും.
പിന്നെ ചട്ടി ചൂടായി പിന്നെ എനിക്ക് കുറച്ച് ഓയിലും പിന്നെ പച്ചമുളക് ഉള്ളി ഇട്ട് കൊടുത്ത് ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയത്. ഇതിൽ ഒരു 3-4 മീഡിയം സൈസ് ഉള്ളി എടുത്തിന്. എന്നിട്ട് അതിനെല്ലാം നല്ലോണം മിക്സാക്കി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ചോറിന് വെച്ച് വെള്ളം തളിച്ചിന്. അപ്പോൾ അരി കയറ്റി ഇട്ട് കൊടുത്ത്. അപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ചാർജ് തീർന്നിട്ട് മൊബൈൽ സ്വിച്ച് ഓഫായി. പിന്നെ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ മൊബൈലിൽ നിന്ന് ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടുള്ളത്. ഇത് കുക്കിംഗ് ആക്കുന്നുള്ള എൻ്റെ ബ്രദറിൻ്റെ വൈഫ്. തക്കാളിയെല്ലാം ഇടുന്ന വീഡിയോസ് എടുക്കാനായിട്ടില്ല. അപ്പോൾ ഉള്ളി നല്ലോണം ബാടി പിന്നെ എനിക്ക് തക്കാളി ഇട്ടിട്ട് എനിക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മൂടി വെച്ച്. ഇപ്പോൾ ചോറ് നല്ലോണം തളിച്ചിന്. അത്ര തളിച്ച് പിന്നെ ഫ്ലെയിം ഫുള്ള് സ്ലിമ്മിലാക്കിയിട്ട് അങ്ങനെ മൂടി വെക്കണം. ഇപ്പുറത്ത് തക്കാളി നല്ലോണം വെന്ത് അത് നല്ലോണം സ്നാഷ് ആക്കിയിട്ട് പിന്നെ അതിക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം നല്ലോണം മിക്സാക്കി. എന്നിട്ട് നേരത്തെ ഞങ്ങൾ അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുത്ത് മസാല. എന്നിട്ട് അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതെല്ലാം നല്ലോണം മിക്സാക്കി. എന്നിട്ട് കുറച്ച് നമുക്ക് എത്ര ലൂസ് വേണം അത്ര നോക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ചിക്കൻ്റെതും വെള്ളം ഇടുന്നത് കൊണ്ട് ഞങ്ങൾ ജാസ്തി വെള്ളം ഒഴിക്കാൻ പാടില്ല. ഒരു സാധാരണ തിക്നെസ് നോക്കിയിട്ട് ഇടണം. ഉപ്പ് കുറച്ച് കുറവുണ്ട്, അങ്ങനെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്ത്. എന്നിട്ട് അതിനെല്ലാം മിക്സ് ആക്കിയിട്ട് ഫുള്ള് ഒരു തിളക്കുന്നതുകൊണ്ട് ഫുള്ള് ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഒരു തിളക്കുന്നിടത്തോളം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത്. ഇപ്പം നല്ല ഒരു തിളച്ചിന്. ഇനി ഫ്ലെയിം സ്ലിമ്മിലാക്കിയിട്ട് ഒരു 20 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എപ്പോഴും ഞങ്ങൾ ഫുള്ള് ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കനായിട്ട് എന്ത് കറിയാകുമ്പോൾ ഞങ്ങൾ ഇതാക്കാൻ പാടില്ല. നല്ല ഒരു തിളച്ച് പിന്നെ ഫ്ലെയിം ഫുള്ള് സ്ലിമ്മിലാക്കണം. നമ്മൾ ഗീ റൈസും അങ്ങനെ ആക്കിയത് ഒരു മുക്കാലോളം വെന്ത് പിന്നെ ഫുള്ള് ഫ്ലെയിം സ്ലിമ്മിലാക്കിയിട്ട് വേവിച്ചെടുത്ത്. ഇപ്പോൾ നോക്കി കറക്റ്റായിട്ട് വെന്തിന്. ചോറൊന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, നല്ല നീറ്റായിട്ട് വെന്ത് കിട്ടിന്. പിന്നെ ബീഫ് കറി മട്ടൻ കറി കുക്കറിൽ വെക്കുന്നെങ്കിൽ ഞങ്ങൾ ഫുള്ള് ഫ്ലെയിമിൽ ഒരു വിസിലാക്കിയിട്ട് പിന്നെ ഫ്ലെയിം ഫുള്ള് സ്ലിമ്മിലാക്കിയിട്ട് ഒരു 2-3 വിസിലടിച്ചെങ്കിൽ ബീഫും നല്ലോണം വെന്ത് കിട്ടും, പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ ഫ്ലെയിം ഓഫാക്കിയ പിന്നെ കുറച്ച് മല്ലിച്ചപ്പിട്ട് കൊടുത്ത്. ഞങ്ങൾ പകുതി നേരത്തെ ചിക്കൻ ഇടുമ്പോഴേക്കും കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്, ബാക്കിയുള്ളത് ഇപ്പോൾ ഇട്ട് കൊടുത്ത്. എന്നിട്ട് കുറച്ച് ഗരം മസാല ഇട്ടിട്ട് മൂടി വെച്ച്. ഇപ്പോൾ ചോറും കറിയെല്ലാം ആയിന്. ഇനി കബാബ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്. എന്നിട്ട് എല്ലാ ചിക്കൻ മസാല പെരക്കി വെച്ച് ചിക്കനെല്ലാം ഇട്ട് കൊടുത്ത്. അങ്ങനെ ഒരു സൈഡ് കബാബ് ആക്കാൻ വെച്ച് മറ്റേ സൈഡ് പപ്പടെല്ലാം പൊരിച്ചെടുത്ത്. അങ്ങനെ ഒന്നിച്ചിട്ട് തന്നെ അപ്പുറത്ത് ഇതാക്കിയിട്ട് ഞങ്ങൾ 2 അടുപ്പിലായിട്ട് വേഗം ചോറും കറിയെല്ലാം ആക്കിയെടുത്ത്. ഇപ്പോൾ ഗീ റൈസും ചിക്കൻ കറിയും കബാബും പപ്പടം എല്ലാം ആയി. ഇതെൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഇങ്ങനെ കുക്കിംഗ് ആക്കുമ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ പിടിച്ചതേ ഉള്ളൂ. പിന്നെ ചെറുങ്ങനെ കുറച്ച് ഹെൽപ്പെല്ലാം ആക്കി കൊടുത്ത്. അങ്ങനെ ചിക്കനെല്ലാം ഒരു സൈഡ് ഫുള്ള് ഫ്രൈ ആയിന്, അതെല്ലാം തിരിച്ചിട്ട് കൊടുത്ത്. ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയിന്. ചിക്കനെല്ലാം കോരി മാറ്റി. എന്നിട്ട് ബാക്കിയുള്ള ചിക്കനെല്ലാം ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്ത്. എന്നിട്ട് ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ചോറെല്ലാം വേവിച്ച് പിന്നെ ഒരു 3-3:30 മണിയാകുമ്പോഴേക്കും ഞാൻ തിരിച്ച് വന്ന് മോന് സ്കൂളിലേക്ക് പോയത് കൊണ്ട് ഞാൻ വാപ്പസ് തിരിച്ച് വന്ന് എൻ്റെ പേരിലേക്ക് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.